തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറേ വാർത്തകൾ ഒക്കെ വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു വാർത്ത കോൺഗ്രസിന് ശശി തരൂരിന് വേണ്ടി പല ബൂത്തുകളിലും ഇരിക്കാൻ ആളുകൾ പോലും ഇൻ ഏജന്റായി ഇരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെ വരെ വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലൊരു കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ സംഭാഷണം ഇന്ന് കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം MV ഗോവിന്ദൻ മാസ്റ്ററും വെള്ളാപ്പള്ളി നടേശനും ഇന്ന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതികരണം നടത്തിയിരുന്നു. BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചത്. ആറ്റിങ്ങലിൽ V ജോയിക്കാണ് സാധ്യത എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോകും. SNDPയുടെ വോട്ട് പോലും തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുകയുണ്ട്. ഇതിൻ്റെ എല്ലാം സമഗ്ര വിശദാംശങ്ങളുമായി വിജിൻ വായാന്തോട് കൂടി ചേരുന്നുണ്ട്. വിജിൻ, വിശദാംശങ്ങൾ. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആവർത്തിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. CPI മത്സരിച്ച മണ്ഡലങ്ങളിൽ CPM വോട്ടുകൾ ചെയ്തില്ല എന്ന ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തിയത്. എല്ലാ മണ്ഡലങ്ങളിലും CPIM വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു. ഇടതുപക്ഷം വലിയ തരത്തിലുള്ള വിജയം നേടും എന്ന പ്രതീക്ഷ ആവർത്തിക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ. എന്തായാലും UDF കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ചയാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവിന് കാരണം എന്ന കാര്യം വ്യക്തമായി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. നല്ലപോലെ ജയിക്കും. പക്ഷേ BJP എങ്ങാനും കേരളത്തിൽ ഒരൊറ്റ സ്ഥലത്ത് ജയിക്കില്ല. തിരുവനന്തപുരത്ത് സാധ്യതയില്ല, തൃശ്ശൂരും സാധ്യതയില്ല. അതുകൊണ്ട് അതിൽ വേറെ പ്രയാസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. സാമാന്യം നല്ല പോളിംഗ് ശതമാനം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ശതമാനത്തിൽ എന്തെങ്കിലും ഉത്കണ്ഠ ഉണ്ടാവേണ്ട യാതൊരു കാര്യവും 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് തോന്നിയത്. തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ 6% ഉള്ള കുറവ് അത് UDF കേന്ദ്രങ്ങളിൽ ആണ് എന്നതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും UDF വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ നടത്തിയ ഓഡിയോ സംഭാഷണം കൈരളി ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിൽ വ്യക്തമാക്കുന്നത് ഈ ബംഗാളിയെ അങ്ങനെ വെച്ച് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിച്ചോളൂ എന്നുള്ള തരത്തിലുള്ള ഒരു സംഭാഷണമാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. ചേട്ടാ നമസ്കാരം, സജുവാണ്. നിങ്ങൾക്ക് ഈ അന്നേ ദിവസം ഇലക്ഷൻ്റെ അന്നേ ദിവസേ ഈ ബൂത്ത് കൈകാര്യം ചെയ്തോണ്ടിരുന്നില്ലേ, നമ്മുടെ ബൂത്ത് ഇന്നേജന്റായിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ബൂത്തിൽ ഇറങ്ങാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്ന ബൂത്തിൽ വെറുതെ ഇരുന്നാൽ മതിയോ? ഇപ്പൊ തൽക്കാലം വെറുതെ ഇരുന്നാൽ മതി. കാരണം വെരിഫൈ ചെയ്ത ബുക്കുണ്ട്. ആര് വെരിഫൈ ചെയ്തവർക്കല്ലേ അറിയാവോ? അല്ല എനിക്ക് എന്തെങ്കിലും അറിയാം. വെരിഫൈ ചെയ്യാൻ ആരും പോയില്ല, യഥാർത്ഥം പറഞ്ഞ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ആ പാർട്ടിയെ പറ്റിക്കുകയല്ലേ ചെയ്യണത്? ഞാൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പാർട്ടി ഒരു സുനിച്ചേട്ടനോട് കൊടുക്കാം. ഈ കൊടുത്തിട്ട് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് കേട്ട് ആളായിട്ട് വെറുതെ ഇരിക്കാന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ഈ ലിസ്റ്റ് കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഈ പാർട്ടിയെ പറ്റിക്കുകയാണെന്നാണ് ഇതിനർത്ഥം. കാര്യം നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് അതെ അതാണ് ഇല്ലാത്തൊരു പണിയുമ്പോഴേക്ക് വീട്ടിൽ പോവുക. വെറുതെ കതറൂട്ട മറ്റുള്ളവരെ ബോധ്യപ്പെടാൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? എന്ത് സമാധാനം പറയാം? അതല്ല, അതാണ് ഞാൻ ഫസ്റ്റ് ഇപ്പം പറഞ്ഞത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോവുക. കഴിയുന്ന ഇറങ്ങി എടുക്കും. ഇമ്മ കതറൂട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ട്. ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്താൻ? അങ്ങനെയല്ല, അതല്ല നമ്മുടെ വിളിച്ചിരുത്തേ ഒരു INTCക്കാരെ വിളിച്ച് അവിടെ ഇരുത്തിയാ പോരെ. ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിക്ക് ഇന്നേജന്റില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് തന്നെ, ആ കഴിവുകേട് ആർക്കൊക്കെ ബാധിക്കും? ആ മേഖല പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ടേ പറയാം ഒരു INTCക്കാരനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചർച്ചകൾ സജീവമാകുന്നതിനിടെ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ UDF നേടിയ സീറ്റുകൾ UDFിന് ഇത്തവണ ലഭിക്കില്ല. CPIയും LDFും കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ V ജോയിക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം ഈ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. ശക്തമായ മത്സരമാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നത്. സുരേഷ് ഗോപിക്ക് ഈ അഭിനയം തന്നെയാണ് നല്ലത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട കാര്യമില്ല എന്ന കാര്യവും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുകയാണ്. ഒപ്പം മറ്റ് ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ കൂടുതൽ വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. BJP വോട്ടുകളിൽ കാര്യമായ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ ആരിഫിന് നിർണായകമാകും. ആരിഫ് വിജയിക്കും
വിജയിക്കാൻ ഉള്ള സാധ്യത ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളിലൂടെ ഉണ്ടാകും. പക്ഷേ ആലപ്പുഴയിലും ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തും 3 സ്ഥാനാർത്ഥികളും ശക്തമായ മത്സരം കാഴ്ചവെച്ചു. പന്ന്യൻ രവീന്ദ്രനും ഒപ്പം തന്നെ ശശി തരൂരിനും വിജയസാധ്യത ഉണ്ട് എന്ന കാര്യവും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കും. മൊത്തം സീറ്റ് കണക്കാക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് അത്രയും 19 സീറ്റ് അവർക്ക് കിട്ടിയതാണ്. അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും വല്ല കുറവ് വന്നേക്കാം. ആലപ്പുഴയിൽ ശോഭ കൂടുതൽ വോട്ട് മേടിച്ചാൽ അതിൻ്റെ ഗുണം ആരിഫുണ്ടാവും. ജോയിക്ക് സാധ്യത കുറച്ച് കാണാൻ സാധിക്കില്ല. ഒരിക്കലും ഇപ്പോൾ അടൂർ പ്രകാശിന് പോലും അവൻ്റെ അടൂർ പ്രകാശിൻ്റെ പ്രവർത്തകർ പോലും അടൂർ പ്രകാശൻ ഈസിയാണ് എന്ന് പറയുന്നില്ല. സുരേഷ് ഗോപി ജയിക്കും. ഇപ്പോൾ പെട്ടി അടച്ചിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നേരത്താണ് ഞാൻ പറയുന്നില്ല, ജയിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനി ഏകദേശം 1 മാസത്തോളം കാലം കാത്തിരിക്കാൻ ഉണ്ട്. ആ സമയത്തിനകം പല നിരീക്ഷണങ്ങൾ, വിലയിരുത്തലുകൾ ഒക്കെയാണ് ഓരോ മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്ര ഒരു വലിയ തരത്തിലുള്ള വിജയം UDF ഇത്തവണ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് പല മേഖലകളിൽ നിന്നുള്ള അഭിപ്രായം പുറത്തു വരുന്നു. ഒപ്പം തന്നെ BJP ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ല എന്ന കാര്യവും പല മേഖലകളിൽ നിന്നുള്ള കണക്കെടുപ്പ് ഉൾപ്പെടെ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. എന്തായാലും അത്തരം വിലയിരുത്തലുകളുമായി മുന്നോട്ട് പോവുകയാണ് മുന്നണികൾ. കൃത്യമായ കണക്കുകൾ എടുത്ത ശേഷമായിരിക്കും അതിൽ ഒരു കൃത്യമായ നിലപാട് പറയാൻ കഴിയുക. ശരി വിജിൻ.